എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുഞ്ഞുമനസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മക്കളോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ മക്കളിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? മക്കളെ കുറച്ച് സമയം കൊഞ്ചിച്ചിട്ട് നമ്മൾ വീട്ടിലെ മറ്റു പണികളിലേക്ക് പോകുമ്പോൾ മക്കളെ കുറച്ച് സമയം വെറുതെ ഇരിക്കാൻ അനുവദിക്കണമെന്നല്ലേ? അങ്ങനെ വെറുതെ ഇരിക്കുന്ന കുഞ്ഞ് അച്ഛനോടും അമ്മയോടും ഒക്കെ സ്പെൻഡ് ചെയ്ത നല്ല നിമിഷങ്ങളെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പോൾ അവർക്ക് അതുപോലെ ഇനിയും നിങ്ങളോട് സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ പതുക്കെ കുഞ്ഞ് നിങ്ങളെ അന്വേഷിച്ച് വരും. ഇപ്പം ഞാനൊരു എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. നമ്മളിപ്പോൾ അടുക്കളയിലാണെങ്കിൽ കുഞ്ഞങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ വന്ന് നിൽക്കും. അമ്മ എന്താ ചെയ്യണേ? ഞാനിവിടെ നിന്ന് അമ്മ ചെയ്യണതൊക്കെ നോക്കിക്കോട്ടെ, അങ്ങനെ ചോദിക്കും. നോക്കൂ, നമ്മൾ മക്കളോടൊപ്പം കുറച്ച് സമയം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ അടുത്തൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം നമുക്ക് ബോണസായി കിട്ടുകയാണ് അല്ലേ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മൾ മക്കളോട് നിരന്തരം എല്ലാ ദിവസവും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ മക്കളിൽ ഉണ്ടാകുന്ന മാറ്റമാണത്. എല്ലാ ദിവസവും നമ്മൾ മക്കളോടൊപ്പം കളിക്കുമ്പോഴും അടുത്തിടപഴകുമ്പോഴും മക്കളും നമ്മളും തമ്മിലുള്ള അടുപ്പം കൂടിക്കൂടി വരും. അപ്പോൾ തീർച്ചയായും മക്കൾ നിങ്ങളെ അന്വേഷിച്ച് വരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളെ അന്വേഷിച്ച് അടുക്കളയിൽ വന്ന് നിൽക്കുന്ന കുഞ്ഞിനെ അപ്പോൾ നിങ്ങളുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് എന്തെങ്കിലും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കുഞ്ഞ് വളരെ ഹാപ്പിയാകും. ഇപ്പോൾ ദോശമാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മൊരിഞ്ഞ ദോശ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാം. പാലും പഴവും ഉണ്ടെങ്കിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ഓംലെറ്റ് എങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ സ്നേഹത്തോടെ നല്ല ഹാപ്പിയായി ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ത് തന്നെ ആയാലും കുഞ്ഞത് വളരെ ഹാപ്പിയായി ആസ്വദിച്ച് കഴിച്ചോളും. അപ്പോൾ നമുക്ക് കുഞ്ഞിനോട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ആദ്യമേ തന്നെ ഇന്ന് ഇംഗ്ലീഷ് ഏത് ചാപ്റ്ററാണ് പഠിപ്പിച്ച്, എത്ര ക്വസ്റ്റ്യൻസ് എഴുതി, അങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് പകരം മക്കളുടെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് അവരിന്ന് വന്നു എന്നൊക്കെ ചോദിക്കാം. കാരണം വളരെ ടയേർഡായിട്ടായിരിക്കും അല്ലേ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നത്. അപ്പോൾ തന്നെ നമ്മളോട് അവരോട് എന്താ പഠിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു മടുപ്പായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? നമ്മൾ പിന്നെ അവരോട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്താൽ പോലും അവരിതുപോലെ നമ്മളെ അന്വേഷിച്ച് നമ്മുടെ പുറകെ വരില്ല. കാരണം നമ്മൾ ഈ പഠിക്കുന്ന കാര്യം ചോദിക്കുന്നത് അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്കായിരിക്കണം ആ ഒരു സമയത്ത് നമ്മൾ മക്കളോട് ചെയ്യേണ്ടത്. മക്കളുടെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ അറിഞ്ഞു വെക്കണം. ഇന്നലെ ഏതെങ്കിലും ഫ്രണ്ട് ആബ്സെൻ്റ് ആയിരുന്നെങ്കിൽ ആ ഫ്രണ്ട് ഇന്ന് വന്നോ എന്ന് ചോദിക്കാം. ഇന്ന് ഏതെങ്കിലും ഫ്രണ്ട് ആബ്സെൻ്റ് ആയിരുന്നോ, ഇനി നാളെ വരുമ്പോൾ നീ ചോദിക്കണം എന്തുകൊണ്ടാണ് ഇന്നലെ വരാത്തതെന്ന്. അങ്ങനെയൊക്കെ ഒരു കാഷ്വൽ ടോക്ക് ചെയ്യുമ്പോൾ കുഞ്ഞിന് ഒരു ഇഷ്ടം തോന്നും. കാരണം എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാണല്ലോ, അവരുടെ പേരൊക്കെ അറിയാമല്ലോ, അങ്ങനെ ഒരു തോന്നൽ മനസ്സിലുണ്ടാവും. അപ്പോൾ കുഞ്ഞിന് സ്കൂളിലെ വിശേഷങ്ങൾ കൂടുതലായിട്ട് പറയാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ടാവും. ഇന്ന് എന്തൊക്കെ കളികളും മോനിന്ന് ഫ്രണ്ട്സിനോട് കളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പതുക്കെ സ്കൂളിലെ എല്ലാ വിശേഷങ്ങളും നമ്മളോട് പറയും. അപ്പോൾ അന്ന് നടന്നതിനെ പറ്റി, സ്കൂളിൽ നടന്നതിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം എന്തായാലും നിങ്ങൾ മക്കളോട് ചോദിക്കണം, ഇന്ന് എപ്പോഴാണ് മോൾ സ്കൂളിൽ ഏറ്റവും ഹാപ്പി ആയത്? അപ്പം കുഞ്ഞിങ്ങനെ ആലോചിച്ചിട്ട് ഹാപ്പി ആയ ഏതെങ്കിലും മൊമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളോട് അത് പറയും. അതുപോലെ തന്നെ ചോദിക്കണം, ഇന്ന് എപ്പോഴെങ്കിലും സ്കൂളിൽ വെച്ച് സാഡായോ? അപ്പോൾ അതും കുഞ്ഞ് എന്തെങ്കിലും മനസ്സിൽ വിഷമം ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയും. എല്ലാ മക്കളും നമ്മൾ ചോദിക്കാതെ തന്നെ പറയണമെന്നില്ല. ചില മക്കളൊക്കെ ചോദിച്ചാൽ മാത്രമേ ഈ സാഡായതിനെ പറ്റിയൊക്കെ പറയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും വിഷമം കുഞ്ഞിന് സ്കൂളിൽ വെച്ചിട്ടുണ്ടായെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് അതുപോലെയുള്ള സിറ്റുവേഷൻ ഇനി വരുമ്പോൾ എങ്ങനെ ബ്രേവായും കോൺഫിഡൻ്റായും ഹാൻഡിൽ ചെയ്യാമെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്തതെന്നും നമ്മുടെ പാരൻസ് എങ്ങനെ അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ അവരെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാം. മക്കൾക്ക് ചിലപ്പോൾ അവരുടെ സങ്കടത്തിൻ്റെ റീസൺ അല്ലെങ്കിൽ പേടിയുടെ റീസൺ കൃത്യമായി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കാൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. മക്കളുടെ സങ്കടത്തിന് കാരണം അല്ലെങ്കിൽ പേടിയുടെ കാരണം വീട്ടിലെയോ സ്കൂളിലെയോ സാഹചര്യങ്ങൾ തന്നെ ആവണമെന്നില്ല. സ്കൂളിൽ പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ ഏതെങ്കിലും സ്ട്രേഞ്ചറിനെ കണ്ടിട്ടാവാം. അല്ലെങ്കിൽ വഴിയിൽ തെരുവ് നായ്ക്കളെ കണ്ടിട്ടും കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ പേടിയുണ്ടാവാം.
അങ്ങനെ പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി സോൾവ് ചെയ്യുന്നത് വരെ അവരെ സ്കൂളിൽ കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ട് വരാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ സ്കൂളിൽ നടന്നു പോകുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ മക്കൾക്ക് വലിയ ആശ്വാസമാണ്. ഇങ്ങനെ മക്കളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തെ വിശേഷങ്ങളും അവരോട് പങ്കുവയ്ക്കാം. മക്കൾക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് അച്ഛനമ്മമാരുടെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള കഥകളൊക്കെ കേൾക്കുന്നത്, അല്ലേ? അപ്പോൾ അത് വളരെ രസകരമായി നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും അവരോടൊപ്പം ഹാപ്പി ആവും. നിങ്ങളുടെ ഓഫീസിലെ വിശേഷങ്ങൾ മക്കളുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് നല്ല നല്ല ടിപ്സും അഡ്വൈസും ഒക്കെ തരാൻ കഴിവുള്ളവരാണ് നമ്മുടെ മക്കൾ കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെയും മക്കളുടെയും മൈൻഡ് നല്ല ഫ്രീ ആവും. നമ്മുടെ മക്കൾക്ക് എപ്പോൾ എന്ത് വേണമെങ്കിലും നമ്മളോട് വന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പാരൻ്റ് ആണോ എന്ന് നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം എപ്പോഴും വളരെ സീരിയസ് ആയി അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു പാരൻറ്റിനോട് കാര്യങ്ങൾ വന്ന് തുറന്നു പറയാൻ കുട്ടികൾ മടിക്കും, അല്ലേ? അതുപോലെ തന്നെ അച്ഛനമ്മമാർ എപ്പോഴും വളരെ തിരക്കുള്ളവരാണെങ്കിൽ കുട്ടികൾ കാര്യങ്ങൾ വന്ന് ഷെയർ ചെയ്യുന്നതിന് ഒന്ന് മടിക്കും. കാരണം അവരോർക്കും അച്ഛനും അമ്മയ്ക്കും കേൾക്കാൻ സമയമില്ലല്ലോ എന്ന് ഓർക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മക്കൾ അവരെ കേൾക്കാൻ തയ്യാറുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകും. എത്ര തന്നെ ആയാലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അഡ്വൈസ് ഒരിക്കലും നമ്മൾ കൊടുക്കുന്നത് പോലെ ആവില്ല. അപ്പോൾ എത്ര തിരക്കാണെങ്കിലും മക്കൾ വന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ ക്ഷമയോടെ കേട്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പ്രോപ്പറായി ഗൈഡ് ചെയ്ത് കറക്റ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ നയിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ അച്ഛനമ്മമാരും ഹാപ്പി ആയിട്ടിരിക്കൂ. നല്ലൊരു വീഡിയോയുമായി ഉടനെ